Welcome back to Income Tax Basic Concepts. Today we are moving to the part 7 of the basic concepts. Today we discuss residential status of a person. Residential status of a person under Income Tax Act Section 6. എന്താണ് പേഴ്സൺ എന്നുള്ളത് സെക്ഷൻ 2 നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി ഇവിടെ നോക്കുക, ഒരു പേഴ്സൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെ തീരുമാനിക്കാം? ഒരു പേഴ്സൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പേഴ്സൺ ഇൻകം ടാക്സ് കൊടുക്കേണ്ടത്. ആ പേഴ്സൺ ഏതൊക്കെ ഇൻകംസ് ആണ് ടാക്സബിൾ, ഏതൊക്കെ ഇൻകംസ് ആണ് ടാക്സബിൾ അല്ലാത്തത് എന്ന് തീരുമാനിക്കുന്നത് ആ പേഴ്സൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ ബേസിസിലാണ്. ക്ലിയർ ആയല്ലോ? Residential status of an assessee determines the scope of chargeability of his income. Whether a person will be charged to a particular income or not depends upon his residential status. Section 6 of Income Tax Act provides the test for residential status for the persons which can be categorized as under. സെക്ഷൻ 6 നമ്മുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ തീരുമാനിക്കാൻ കുറേ കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പേഴ്സൺസിനെ നമുക്ക് ആ കണ്ടീഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഈ ചാർട്ട് ഒന്ന് നോക്കൂ. എങ്ങനെയാണ് ഒരു പേഴ്സൺ എന്ന് പറയുന്നത്? ഇൻഡിവിജ്വലോ HUFO ആവാം, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ സെക്ഷൻ 2 ഡിസ്കസ് ചെയ്തതുപോലെ എന്താവാം ആ പേഴ്സൺ എന്ന് പറയുന്നത് എന്താവാം? കമ്പനി ആവാം, ഫേം ആവാം, അതർ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ആവാം, അങ്ങനെയെല്ലാം ആവാം. ഓക്കെ, അതുകൊണ്ട് നമ്മളിതിനെ 2 കാറ്റഗറി ആക്കുന്നു. പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഓർ HUF ആൻഡ് അതർ പേഴ്സൺസ്, ബാക്കിയുള്ള കാറ്റഗറീസ്. ഓക്കെ, അതിൽ ഇൻഡിവിജ്വൽ ആൻഡ് HUFൽ ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് 3 രീതിയിൽ വരാം. ഏതൊക്കെയാണ്? ഒന്ന്, റെസിഡൻ്റ് ഇൻ ഇന്ത്യ. ആ റെസിഡൻ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് 2 രീതിയിലാണ്. ഓർഡിനറി റെസിഡൻറ്റോ അല്ലെങ്കിൽ നോട്ട് ഓർഡിനറി റെസിഡൻറ്റോ ആവാം. ഓക്കെ, അപ്പോൾ 2 കേസായി. ഒന്ന് ഓർഡിനറിലി റെസിഡൻറ്റ്, രണ്ടാമത്തത് നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ്. ഇനി മൂന്നാമത്തെ കാറ്റഗറി എന്താ? നോൺ റെസിഡൻറ്റ്. ഓക്കെ, അപ്പോൾ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ആൻഡ് നോൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ അങ്ങനെ ആവാം. റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ആണെങ്കിൽ ഒരു പക്ഷേ അയാൾ ഓർഡിനറിലി റെസിഡൻ്റ് ആവാം, അല്ലെങ്കിൽ നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആവാം. ഇനി ബാക്കിയുള്ള പേഴ്സൺസിനൊക്കെ 2 കാറ്റഗറി ഉള്ളൂ, റെസിഡൻറ്റ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ നോൺ റെസിഡൻ്റ് ആവാനേ പറ്റുള്ളൂ. ഈ ഓർഡിനറിലി റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ് എന്ന് പറഞ്ഞ കാറ്റഗറീസ് ഇല്ല. ക്ലിയർ ആയല്ലോ? ഇനി ഒരു പേഴ്സൺ എങ്ങനെയാണ് റെസിഡൻ്റ് ആവുക, എങ്ങനെയാണ് നോൺ റെസിഡൻ്റ് ആവുക എന്ന് നോക്കാം. ഡിറ്റർമിനേഷൻ ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ അണ്ടർ സെക്ഷൻ 6 സബ്സെക്ഷൻ 1. ഒരാൾ റെസിഡൻ്റ് ആവണമെങ്കിൽ, ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ റെസിഡൻ്റ് ആവണമെങ്കിൽ അദ്ദേഹം സെറ്റ് ടു ബി റെസിഡൻ്റ് ഇൻ ഇന്ത്യ ഇഫ് ഹി സാറ്റിസ്ഫൈസ് എനി വൺ ഓഫ് ദ ഫോളോയിങ് 2 ബേസിക് കണ്ടീഷൻസ്. താഴെ നമ്മൾ പറയാൻ പോകുന്ന 2 ബേസിക് കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ പേഴ്സൺ എന്താണ്? ആ ഇൻഡിവിജ്വൽ എന്താണ്? റെസിഡൻ്റ് ആണ്. ഏതൊക്കെയാണ് ആ ബേസിക് കണ്ടീഷൻ? ഒന്ന്, ഹി ഈസ് ഇൻ ഇന്ത്യ ഇൻ ദ പ്രീവിയസ് ഇയർ ഫോർ എ പീരിയഡ് ഓഫ് 182 days ഓർ മോർ. ഒരാൾ അയാളുടെ ആ പ്രീവിയസ് ഇയറിൻ്റെ 182 days ഇന്ത്യയിലാണെങ്കിൽ, ഒരാൾ പ്രീവിയസ് ഇയറിൽ 182 ദിവസവും എന്ന് വെച്ചാൽ 6 മാസം 182 ദിവസവും ഇന്ത്യയിലാണെങ്കിൽ അദ്ദേഹം എന്താണ്? റെസിഡൻ്റ് ആണ്. ഓക്കെ, അതാണ് നമ്മുടെ ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ. രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ, ഹി ഈസ് ഇൻ ഇന്ത്യ ഫോർ എ പീരിയഡ് ഓഫ് 60 days. 60 ദിവസം എന്താവണം? അദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഓർ മോർ, അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ, ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. ഓക്കെ, കഴിഞ്ഞ വർഷത്തിൻ്റെ ഉള്ളിൽ, കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ 60 ദിവസം ഇന്ത്യയിലുണ്ട്. 152 ദിവസത്തിന് പകരം 60 ദിവസം ഇന്ത്യയിലുണ്ട്. പക്ഷേ അത് മാത്രം പോരാ, എന്തും വേണം. ആൻഡ് ഫോർ 365 days or more
365 ദിവസമോ അതിൽ കൂടുതലോ ഹി ഷുഡ് ബി ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ ഫോർ പ്രീവിയസ് ഇയേഴ്സ് ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡിങ് ദ റെലവൻറ്റ് പ്രീവിയസ് ഇയർ. നമ്മളുടെ റെലവൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയറിൽ 60 ദിവസവും റെലവൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയറിൽ 60 ദിവസവും റെലവൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയറിൻ്റെ മുന്നേ ഉള്ള 4 പ്രീവിയസ് ഇയേഴ്സിൽ മൊത്തമായിട്ട് നോക്കുമ്പോൾ 365 ദിവസവും ഇന്ത്യയിൽ ഉണ്ടെങ്കിലും അദ്ദേഹം എന്താണ്? റെസിഡൻ്റ് ആണ്. ഈ പറഞ്ഞ 2 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ തന്നെ എന്താണ്? അദ്ദേഹം റെസിഡൻ്റ് ആണ്. ഇതിൽ പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തില്ല, അങ്ങനെയാണെങ്കിലോ ഹി ഈസ് കോൾഡ് നോൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ റെസിഡൻ്റ് എന്താണ്, നോൺ റെസിഡൻ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി റെസിഡൻറ്റിന് 2 കാറ്റഗറി ഉണ്ടല്ലോ. ആ 2 കാറ്റഗറീസ് ഒന്ന് നോക്കാം. അതിലൊന്ന് റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻ്റ് ആണ്. നമ്മൾ 2 കാറ്റഗറി പറഞ്ഞല്ലോ, ഓർഡിനറിലി റെസിഡൻറ്റ് ആൻഡ് നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരാൾ ഓർഡിനറിലി റെസിഡൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ എന്താവണം? ബേസിക് കണ്ടീഷൻസിൽ പറഞ്ഞിട്ടുള്ള 2 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോഴേ അയാൾ റെസിഡൻ്റ് ആവുള്ളൂ. റെസിഡൻ്റ് ആയി കഴിഞ്ഞാലേ പിന്നെ എന്തുള്ളൂ? ഓർഡിനറി ആവണോ നോട്ട് ഓർഡിനറി ആവണോ എന്നുള്ള ചർച്ചയാണുള്ളൂ. അതുകൊണ്ട് ഒരാൾ ബേസിക് കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തു, അല്ലെങ്കിൽ 2ഉം സാറ്റിസ്ഫൈ ചെയ്തു. ഓക്കെ. ഇനി 2 അഡീഷണൽ കണ്ടീഷൻസ് ഉണ്ട്. ആ പറയുന്ന 2 അഡീഷണൽ കണ്ടീഷൻസിൽ 2ഉം സാറ്റിസ്ഫൈ ചെയ്താൽ he has to satisfy both the additional conditions. 2 അഡീഷണൽ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്താൽ അദ്ദേഹം എന്താണ്? ഓർഡിനറിലി റെസിഡൻ്റ് ആണ്. ഇനി 2 അഡീഷണൽ കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ 2ഉം സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല, അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്തായിരിക്കും? നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആയിരിക്കും. ഇനി നോക്കുക എന്താണ് ഈ അഡീഷണൽ കണ്ടീഷൻസ് എന്ന് നോക്കുക. അഡീഷണൽ കണ്ടീഷൻസിൽ ഒന്നാമത്തത് he has been resident in India in at least 2 out of 10 previous years immediately preceding the relevant previous year. നമ്മളുടെ റെലവൻറ്റ് പ്രീവിയസ് ഇയറിൻ്റെ മുന്നേ ഉള്ള 10 പ്രീവിയസ് ഇയറുകളിൽ നോക്കുകയാണെങ്കിൽ, ബാക്കോട്ട് 10 പ്രീവിയസ് ഇയറിൽ നോക്കുമ്പോൾ അദ്ദേഹം എന്താണ്? 2 പ്രീവിയസ് ഇയറിലെങ്കിലും അദ്ദേഹം റെസിഡൻ്റ് ആണ്. റെസിഡൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ 2 പ്രീവിയസ് ഇയറിലെങ്കിലും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ബേസിക് കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം റെസിഡൻ്റ് ആയിട്ടുണ്ട്. ഏത്? നമ്മുടെ കഴിഞ്ഞ പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നേ ഉള്ള 10 പ്രീവിയസ് ഇയറുകളിൽ ബാക്കോട്ട് നോക്കുകയാണെങ്കിൽ ആ 10 പ്രീവിയസ് ഇയറുകളിൽ ഏതെങ്കിലും 2 പ്രീവിയസ് ഇയറുകളിൽ അദ്ദേഹം എന്താണ്? റെസിഡൻ്റ് ആണ്. ഇനി രണ്ടാമത്തതോ ആൻഡ്. ഒന്നാമത്തെ കണ്ടീഷൻ മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ പോരാ, രണ്ടാമത്തെ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? ഹി ഹാസ് റിസൈഡഡ് ഇൻ ഇന്ത്യ ഫോർ എ പീരിയഡ് ഓഫ് 730 days. 730 ദിവസം. 365 ഇരട്ടിയായി 730 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ 2 കൊല്ലം മുഴുവനായിട്ട് 730 ദിവസം ഓർ മോർ ഡ്യൂറിങ് 7 പ്രീവിയസ് ഇയേഴ്സ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ റെലവൻറ്റ് പ്രീവിയസ് ഇയർ. നമ്മൾ പറഞ്ഞിട്ടുള്ള നമ്മുടെ റെലവൻറ്റ് പ്രീവിയസ് ഇയറിൻ്റെ മുന്നേ ഉള്ള ബാക്കോട്ടുള്ള 7 പ്രീവിയസ് ഇയർ എടുക്കുമ്പോൾ അദ്ദേഹം എന്താണ്? 730 ദിവസം അദ്ദേഹം ഇന്ത്യയിലുണ്ട്. ആ 730 ദിവസം എന്തായിക്കോണമെന്നില്ല, അറ്റ് എ സ്ട്രെച്ച് ആയിക്കോണമെന്നില്ല, ഒറ്റടിക്കായിക്കോണമെന്ന് നിർബന്ധമില്ല. ആ 7 പ്രീവിയസ് ഇയറുകളിൽ ഓരോ വർഷവും 100 ദിവസം 100 ദിവസം 100 ദിവസം അങ്ങനെ ആയാൽ മതി. ഓക്കെ, ഒരു വർഷം 130 ദിവസം. അങ്ങനെ ആകുമ്പോൾ അദ്ദേഹം എന്താവുന്നില്ല? ആ പ്രീവിയസ് ഇയറിലൊന്നും റെസിഡൻ്റ് ആവണില്ല. പക്ഷെ ആൾ ഇന്ത്യയിൽ ആസ് എ ഹോൾ നോക്കുമ്പോൾ ഇന്ത്യയിൽ എന്തുണ്ട്? 730 ദിവസങ്ങളിൽ ഇന്ത്യയിലുണ്ട്. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. ഒന്നാമത്തെ കണ്ടീഷൻ എന്താ? ബാക്കോട്ട് നോക്കുമ്പോൾ 10 പ്രീവിയസ് ഇയറുകളിൽ അദ്ദേഹം എന്തായിരിക്കണം? 2 പ്രീവിയസ് ഇയറുകളിൽ റെസിഡൻ്റ് തന്നെ ആയിരിക്കണം. ആ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. 152 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരിക്കുകയോ അല്ലെങ്കിൽ 60 ദിവസം ആൻഡ് 365 days എന്ന് പറഞ്ഞ ആ കണ്ടീഷൻ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇപ്പോൾ ക്ലിയർ ആയല്ലോ എന്താണ് റെസിഡൻ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻ്റ് എന്നും എന്താണ് നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് എന്നും ക്ലിയർ ആയല്ലോ. ഓക്കെ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മളെ ബേസിക് കണ്ടീഷൻസിൽ നമ്മൾ രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? ഹി നീഡ് ടു ബി ഇൻ ഇന്ത്യ ഫോർ എ പീരിയഡ് ഓഫ് 60 days ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. നമ്മുടെ പ്രീവിയസ് ഇയറിൽ എന്ത് മതി? 60 ദിവസം ഇന്ത്യയിൽ ഉണ്ടായാൽ മതി.
പക്ഷെ 60 ദിവസം ഇന്ത്യയിൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ ഒരു കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം. എന്താണ്? കഴിഞ്ഞ 4 ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് പ്രീവിയസ് ഇയറിൽ 4 പ്രീവിയസ് ഇയറുകളിൽ 365 ദിവസവും അദ്ദേഹം എന്തായിരിക്കണം? ഇന്ത്യയിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്ത് മതി? കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ നമ്മുടെ റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ 65 ദിവസം മതി. ഓക്കെ. പക്ഷേ 60 ദിവസം മതി. പക്ഷേ ഈ 60 ദിവസത്തിന് എന്തുണ്ട്? കുറച്ച് എക്സംഷൻസ് ഉണ്ട്. ഈ 60 ദിവസം എന്ന് പറയുന്നത് ചില കേസുകളിൽ 60 ദിവസം പോരാ. ഈ 60 ദിവസം എന്ന് പറഞ്ഞ കണ്ടീഷൻ മതിയാവില്ല ചില ആളുകളുടെ കേസിൽ. ഓക്കെ. ആ കേസുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തത് എക്സംഷൻസ് ടു ദ എബോ റൂൾ ഓഫ് 60 days സ്റ്റേ ഇൻ ഇന്ത്യ. നോക്കുക, ആൻ ഇൻഡിവിജ്വൽ ഹു ഈസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ആൻഡ് ലീവ്സ് ഇന്ത്യ. ഒരാൾ ഇന്ത്യൻ സിറ്റിസൺ ആണ് ആൻഡ് ഹീ ഈസ് ലീവിങ് ഇന്ത്യ ഇൻ എനി പ്രീവിയസ് ഇയർ ഫോർ ദ പർപ്പസ് ഓഫ് ദ എംപ്ലോയ്മെൻറ്റ് ആസ് എ മെമ്പർ ഓഫ് ഫോർ ദ എംപ്ലോയ്മെൻറ്റിന് വേണ്ടി, ജോലിക്ക് വേണ്ടി പുറത്തു പോകുന്ന ഒരാൾ ആണെങ്കിൽ അയാൾ 60 ദിവസം ഇന്ത്യയിൽ ഉണ്ടായാൽ എന്താവില്ല? അദ്ദേഹം റെസിഡൻ്റ് ആവില്ല. മനസ്സിലായോ? കാരണം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആളുകൾ എന്ത് ചെയ്യും? പുറത്തേക്ക് ജോലിക്ക് പോകും, ഗൾഫിലേക്കൊക്കെ ജോലിക്ക് പോകും. ഒരു കൊല്ലത്തിന് 2 മാസം ലീവിന് വരും. അപ്പോൾ ലീവിന് 2 മാസം നാട്ടിൽ നിന്നാൽ അയാൾ എന്താവൂല? റെസിഡൻ്റ് ആവൂല എന്നർത്ഥം. അങ്ങനെ റെസിഡൻ്റ് ആവുകയാണെങ്കിൽ അയാൾ അവിടെ ഉണ്ടാക്കുന്ന ഇൻകത്തിനൊക്കെ ഇവിടെ ടാക്സ് കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? അവിടെ ഉണ്ടാക്കുന്ന ഇൻകത്തിന് ടാക്സ് കൊടുക്കേണ്ടതൊക്കെ ഉള്ള കാരണം എന്താ? അദ്ദേഹം NRI ആയതുകൊണ്ടാണ്. NRI എന്ന് പറഞ്ഞാൽ എന്താ? നോൺ റെസിഡൻ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ 60 ദിവസത്തിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രം അദ്ദേഹം എന്താവില്ല? റെസിഡൻ്റ് ആവില്ല. റെസിഡൻ്റ് ആവാൻ പാടില്ല. അത് അദ്ദേഹത്തിന് നഷ്ടമാണ്. ക്ലിയർ ആയല്ലോ? എന്തും കൂടെ വേണം? അങ്ങനെയുള്ള ആളുകൾ, അല്ലെങ്കിൽ ഷിപ്പിൽ ക്രൂ ആയിട്ടൊക്കെ പോകുന്ന ആളുകൾ എന്തെന്നെ വേണം? 182 ദിവസം തന്നെ ഇന്ത്യയിൽ വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒന്നാമത്തെ കണ്ടീഷൻ തന്നെ സാറ്റിസ്ഫൈ ചെയ്യണം എന്നർത്ഥം. രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് കരുതിയിട്ട് അദ്ദേഹത്തെ പിടിച്ച് എന്താക്കാൻ പറ്റൂല? റെസിഡൻ്റ് ആക്കാൻ പറ്റൂല. മനസ്സിലായോ? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാൾ ഇൻകം ടാക്സ് കൊടുക്കുന്ന ഒരാളുടെ സംബന്ധിച്ച് റെസിഡൻ്റ് ആവുന്നതിനേക്കാളും നല്ലത് നോൺ റെസിഡൻ്റ് ആവുന്നതാണ്. അത് ടാക്സ് ലയബിലിറ്റി കുറയും. ഓക്കെ. ഇനി നോക്കുക, രണ്ടാമത്തെ കേസ് നോക്കുക. ഇഫ് എനി സിറ്റിസൺ ഓഫ് ഇന്ത്യ ഓർ എ ഫോറിൻ നാഷണൽ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. ഓക്കെ. ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണ്, അല്ലെങ്കിൽ അദ്ദേഹം ഫോറിനർ ആണ്, പക്ഷെ അയാൾ എന്താണ്? ബേസിക്കലി ഇന്ത്യൻ ഒറിജിൻ ആണ്. അയാളുടെ ഫാദറോ മദറോ ആരെങ്കിലും ഒരാൾ ഇന്ത്യൻ ആയിരിക്കാം. ഹു ഈസ് ലിവിങ് ഔട്ട്സൈഡ് ഇന്ത്യ. അദ്ദേഹം പുറത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഓക്കെ. കംസ് ഓൺ എ വിസിറ്റ് ടു ഇന്ത്യ. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഇന്ത്യൻ ഒറിജിൻ ആണല്ലോ, അല്ലെങ്കിൽ ഇന്ത്യക്കാരനാണല്ലോ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഇന്ത്യയിലേക്ക് ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ തറവാടൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വരുന്നു. അങ്ങനെ 2 മാസം ഇന്ത്യയിൽ നിന്ന് അയാളെ പിടിച്ച് എന്താക്കാൻ പറ്റൂല? റെസിഡൻ്റ് ആക്കാൻ പറ്റൂല. അയാളെ പിടിച്ച് റെസിഡൻ്റ് ആക്കിയാൽ എന്ത് സംഭവിക്കും? അദ്ദേഹം ഫോറിൻ നാഷണലിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇൻകത്തിനൊക്കെ ഇന്ത്യയിൽ ടാക്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ. അദ്ദേഹം ആ രാജ്യത്തും ടാക്സ് കൊടുക്കേണ്ടി വരും, ഇന്ത്യയിലും ടാക്സ് കൊടുക്കേണ്ടി വരും, ഇന്ത്യയിൽ റെസിഡൻ്റ് ആയിപ്പോയാൽ. അതുകൊണ്ട് 2 മാസമാണ് ഇന്ത്യയിൽ നിൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ 60 ദിവസമേ ഉള്ളൂ എങ്കിൽ അദ്ദേഹത്തിനെ പിടിച്ച് എന്താക്കാൻ പറ്റില്ല? റെസിഡൻ്റ് ആക്കാൻ പറ്റില്ല. പകരം അദ്ദേഹം എന്ത് വേണം? 182 ദിവസം നിർബന്ധമായിട്ടും ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ. അങ്ങനെയുള്ള 2 കേസുകളിൽ ഒഴികെ ബാക്കിയുള്ള കേസുകളിലൊക്കെ എന്തായിരിക്കും? 60 ദിവസം ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ റെസിഡൻ്റ് ആവും. എങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 4 പ്രീവിയസ് ഇയർ, ഈ ഇമ്മീഡിയറ്റ് പ്രീവിയസ് ഇയർ ഒഴികെ അതിന് മുന്നേ ഉള്ള 4 പ്രീവിയസ് ഇയറുകളിൽ 365 ദിവസം ഇന്ത്യയിലും ഉണ്ടെങ്കിൽ അവരെ നമ്മളെന്താക്കും? അവർ റെസിഡൻ്റ് ആണെന്ന് പറയും. ഇപ്പോൾ ക്ലിയർ ആയല്ലോ എന്താണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന്? ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടാക്സ് ഇൻസിഡൻസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ. ഇനി അതിൽ നമുക്ക് ടാക്സ് പ്ലാനിങ് പഠിക്കാനുണ്ടാവും റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ. അതുകൊണ്ട് ഇത് വളരെ കൃത്യമായിട്ട് പഠിക്കുക, അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ ചെയ്യുക. ദാറ്റ്സ് ആൾ ഫോർ ദ ഇൻഡിവിജ്വൽ. ഓക്കെ. ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് ഡിറ്റർമിനേഷൻ ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. HUFൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസും കൂടെ ഒന്ന് നോക്കാം. HUFൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പോലെ തന്നെയാണ് നോക്കുക. അതിൽ HUF എന്ന് പറഞ്ഞൊരു കുടുംബമാണല്ലോ, പക്ഷെ ആ കുടുംബത്തിന് ഒന്നായിട്ടുള്ളതല്ല നോക്കുക. പകരം ആ കുടുംബനാഥനെ പറയുന്ന പേരാണ് കർത്ത. കർത്തനെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് കൺസിഡർ ചെയ്യും. എന്നിട്ട് കർത്ത ഇൻഡിവിജ്വലിന് പറഞ്ഞിട്ടുള്ള ബേസിക് കണ്ടീഷനും അഡീഷണൽ കണ്ടീഷൻസും ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കും. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്തായിരിക്കും? റെസിഡൻ്റ് ആയിരിക്കും. സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നോൺ റെസിഡൻ്റ് ആയിരിക്കും. ആ കുടുംബം ഒന്നിച്ച്. അപ്പോൾ ഒരു കുടുംബത്തിനാണ് ടാക്സ്, അതിലുള്ള ഓരോ ഇൻഡിവിജ്വൽസിനും ടാക്സ് ഉണ്ടാവില്ല എന്നർത്ഥം. ഓക്കെ. അപ്പോൾ HUFൻ്റെ നോക്കുക. വെൻ ദി കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ്
HUF is wholly or partly situated in India during the relevant previous year, then it is treated as resident in India. Non-resident HUF, and HUF is non-resident in India if the control and management of its affairs is wholly situated outside India. Ordinarily resident എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ if the karta or manager of a resident HUF satisfy both the additional conditions given under section 6 subsection 6, HUF is said to be an ordinary resident. If karta or manager of a resident HUF do not satisfy both the additional conditions given under section 6, HUF is said to be not ordinarily resident. ഇനി അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറയണ്ടല്ലോ. ഒരു HUFൻ്റെ കൺട്രോൾ മാനേജ്മെൻറ്റ് ഇന്ത്യയിലാണെങ്കിൽ ഹോളി അല്ലെങ്കിൽ പാർട്ട്ലി ഇന്ത്യയിലാണെങ്കിൽ അദ്ദേഹം റെസിഡൻ്റ് ആണ്. അപ്പോൾ റെസിഡൻ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതാണ് നോക്കുക, ബേസിക് കണ്ടീഷൻ അല്ല നോക്കുക. ഓക്കെ, നോൺ റെസിഡൻ്റ് ആണെങ്കിൽ ഫുള്ളി ഔട്ട്സൈഡ് ആണെങ്കിൽ നോൺ റെസിഡൻറ്റും ആണ്. ഇനി റെസിഡൻ്റ് ആണെങ്കിൽ അത് ഓർഡിനറിലി റെസിഡൻ്റ് ആണോ നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അഡീഷണൽ കണ്ടീഷൻസ് നോക്കും. ഓക്കെ, ഇനി ഡിറ്റർമിനേഷൻ ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് കമ്പനി സെക്ഷൻ 6 സബ്സെക്ഷൻ 3. റെസിഡൻ്റ് ആവൽ എങ്ങനെയാണ്? ആൻ ഇന്ത്യൻ കമ്പനി ഈസ് ഓൾവേസ് റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. ഒരു ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ അത് എപ്പോഴും ഇന്ത്യയിൽ തന്നെയാണ്, റെസിഡൻ്റ് തന്നെയാണ്. ഇനി നോൺ ഇന്ത്യൻ കമ്പനി, ഒരു ഇന്ത്യൻ കമ്പനി അല്ല, അപ്പോൾ നമ്മളെ പെപ്സി കൊക്കക്കോള ഒക്കെ പോലുള്ള ഇന്ത്യൻ കമ്പനി അല്ല, അവർ റെസിഡൻ്റ് ആവൽ എങ്ങനെയാണ്? ടു ബി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഇഫ് ഇറ്റ്സ് പ്ലേസ് ഓഫ് ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ്, ആ കമ്പനീൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ആ കമ്പനീൻ്റെ ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ്, അതിൻ്റെ സബ്സിഡിയറിൻ്റെ മാനേജ്മെൻറ്റ് എന്നല്ല ഉദ്ദേശിച്ചത്, അതിൻ്റെ ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഇന്ത്യയിൽ വെച്ചിട്ടാണെങ്കിൽ അതെന്താണ്, ഇന്ത്യയിൽ റെസിഡൻ്റ് ആയിരിക്കും. ഓക്കെ, ഇൻ ദാറ്റ് ഇയർ, ആ വർഷം. ഓക്കെ, പ്ലേസ് ഓഫ് ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് എ പ്ലേസ് വെർ കീ മാനേജ്മെൻറ്റ് ആൻഡ് കൊമേഴ്ഷ്യൽ ഡിസിഷൻസ് ദാറ്റ് ആർ നെസസറി ഫോർ കണ്ടക്ട് ഓഫ് ബിസിനസ് ഓഫ് എൻ എൻറ്റിറ്റി ആസ് എ ഹോൾ ആർ ഇൻ സബ്സ്റ്റാൻസ് മോഡ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നതും അതിൻ്റെ ഓഫീസ് ഹെഡ് ക്വാർട്ടർ ഹെഡ് ഓഫീസ് എന്നൊക്കെ പറയുന്നതൊക്കെ ഇന്ത്യയിലാണെങ്കിൽ അതൊരു ഇന്ത്യൻ, അത് റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ആണെന്ന് കണക്കാക്കും. ഇനി അല്ലെങ്കിൽ ഈ പ്ലേസ് ഓഫ് ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഔട്ട്സൈഡ് ആണെങ്കിലോ ഇൻ ദാറ്റ് ഇയർ ഈസ് നോട്ട് ഇൻ ഇന്ത്യ സെഡ് ടു ബി നോൺ റെസിഡൻറ്റ്. അതിൽ നോട്ട് ഓർഡിനറിലി എന്ന് പറഞ്ഞ കേസുകളില്ല. ഓക്കെ, ഇനി ബോഡി ഓഫ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺസിൻ്റെ അതൊക്കെ നോക്കുക. എ ഫേം association of person or body of individual is said to be resident in India if control and management of its affairs are wholly or partly, മുഴുവനായിട്ടോ അല്ലെങ്കിൽ പാർട്ട്ലി ആയിട്ടോ ഇന്ത്യയിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നതെങ്കിൽ it is called resident in India. Control and management is vested in hands of partners in case of a firm and principal officers in case of an association of person or body of individual. അതൊരു എക്സ്പ്ലനേഷൻ തന്നതാണ്. ഇനി നോൺ റെസിഡൻറ്റ് എന്ന് പറഞ്ഞത് റെസിഡൻ്റ് അല്ലാത്ത നോൺ റെസിഡൻറ്റ് എന്ന് പറയണത് ഇഫ് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് അഫയേഴ്സ് ആർ സിറ്റുവേറ്റഡ് ഹോളി ഔട്ട്സൈഡ് ഇന്ത്യ, അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് മുഴുവനായിട്ടും പുറത്താണ്, ഇന്ത്യയിലേ അല്ല, മുഴുവനായിട്ടും പുറത്താണ്, ദെൻ ഇറ്റ് ഈസ് കോൾഡ് നോൺ റെസിഡൻറ്റ് ഇന്ത്യ. ആ കമ്പനി എന്താണ്, അല്ലെങ്കിൽ ആ അസോസിയേഷൻ ഓഫ് പേഴ്സൺ അല്ലെങ്കിൽ ഫേം അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ എന്താണ്, നോൺ റെസിഡൻ്റ് ആണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.